ഹായ് ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ജേണി അല്ലേ, നമ്മുടെ 10th ഇംഗ്ലീഷ് എന്ന് പറയുന്ന വലിയൊരു ജേണി വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്ററോട് കൂടിയിട്ട് എൻ്റെ ആവാൻ പോവുകയാണ് അല്ലേ. നോക്കാം, വളരെ ഭംഗിയുള്ള വളരെ സിമ്പിളായിട്ടുള്ള എന്നാലോ കേട്ടിരിക്കാൻ വളരെയധികം എന്തോ ഒരു വളരെയധികം ഒരു പല രീതിയിലുള്ള ഫീലിങ്ങുകളൊക്കെ തോന്നുന്ന ഒരു കഥയാണ് കേട്ടോ. അത് മാത്രമല്ല, പല ഫിലിമിലായിട്ടും നിങ്ങൾ ഈ ഒരു കഥയുടെ എന്തൊക്കെയോ എവിടേക്കോ പല ഫിലിമുകളിലൊക്കെ വന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നോക്കാം. ദ കാസ്റ്റവേ അല്ലെ, ദ കാസ്റ്റവേ എന്നാണ് നമ്മുടെ സ്റ്റോറിയുടെ പേര്. എന്താണ് മക്കളെ കാസ്റ്റവേ എന്ന് പറഞ്ഞാൽ? കാസ്റ്റവേ എന്ന് പറഞ്ഞത് ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ബോട്ട് അപകടത്തിലൊക്കെ ഷിപ്പ് അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് അതിനെ അതിജീവിച്ച് വന്നിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ കാസ്റ്റവേ എന്ന് പറയുന്നത്. നോക്കാം. ദ സ്റ്റോറി വാങ്ക വി സീ ദ pathetic plight of a little boy and the feel sympathy towards him. അല്ലെ, നമ്മുടെ വാങ്ക എന്ന് പറയുന്ന സ്റ്റോറി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ കുട്ടിയുടെ അവസ്ഥ അല്ലെ, മുത്തശ്ശൻ കൊണ്ടുപോയിട്ട് ഒരു ഷൂ മേക്കറുടെ വീട്ടിലാക്കിയിട്ടുള്ള ആ കുട്ടിയുടെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അത് നമുക്ക് അവരോട് എന്ത് തോന്നിയിട്ടുണ്ടായിരുന്നു? ആ കുട്ടിയോട് വളരെയധികം സിമ്പതിയും ദയയൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഷുഡൻ വി സിമ്പതൈസ് വിത്ത് അതേഴ്സ് ഇൻ സച്ച് സിറ്റുവേഷൻ? നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ മറ്റുള്ളവരോട് സിമ്പതി തോന്നാറുണ്ട് മക്കളെ? സിമ്പതി അല്ലാട്ടെ, എമ്പതിയാണ്. സിമ്പതി എമ്പതി തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് എമ്പതിയാണ് പറയുന്നത് കേട്ടോ. സിമ്പതി എന്ന് പറഞ്ഞാൽ നമുക്കൊരാളോട് ജസ്റ്റ് ഒരു ദയ തോന്നുക. ഓക്കെ, നമ്മുടെ അവസ്ഥ കണ്ടിട്ട് പാവം ഇങ്ങനെ തോന്നുന്നതിനാണ് സിമ്പതി എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷെ എമ്പതി എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ കാണുമ്പോൾ ആ അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ, ഇങ്ങനെ നമുക്ക് ആ അവസ്ഥ വന്നാൽ എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് തോന്നുന്ന ഫീലിങ്ങിനാണ് നമ്മൾ എമ്പതി എന്ന് പറയുക കേട്ടോ. അപ്പം നമ്മൾ വളരെ വയ്യാത്തൊരു രോഗിയെ നമ്മൾ പോയി കാണുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കോ, ഇങ്ങനെ നമ്മൾ കിടന്നിരുന്ന നമ്മൾ ആ ഒരു വേദന എത്രമാത്രം ഉണ്ടാവും. അത് നമുക്കുള്ളത് പോലെ ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ എമ്പതി ആവുന്നത്. സിമ്പതി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഫീലിംഗ് ഇല്ല. ജസ്റ്റ് ഒരു നമ്മളെ വീട്ടിലൊരു ഭിക്ഷക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ പാവം തോന്നിയിട്ട് എടുത്ത് കൊടുക്കുമല്ലോ, അത് ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ജസ്റ്റ് നമുക്ക് ഉള്ളിൽ തട്ടിയിട്ടുള്ള അല്ലെങ്കിൽ പോലും എന്താ പറയുക, സിമ്പതി അല്ലെ, ഒരു ദയ തോന്നുന്നു, അതിനാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് അങ്ങനെയുള്ള എമ്പതിയൊക്കെ ആളുകളോട് തോന്നാറുണ്ടോ എന്നാണ് ചോദ്യം. Let us read a story written by Tagore. നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഇവിടെ നമ്മുടെ ടാഗോർ അല്ലെ, നമ്മുടെ സ്വന്തം രവീന്ദ്ര ടാഗോർ എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറി നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റൈറ്ററെ കുറിച്ച് നോക്കാം. രവീന്ദ്രനാഥ ടാഗോർ 1861-1941 is a Bengali writer who reshaped Bengali literature and music as well as the Indian art in the late 19th and early 20th century. അല്ലേ, അദ്ദേഹം ഒരു ബംഗാളി റൈറ്ററാണ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ബംഗാൾ ലിറ്ററേച്ചറിന് ഒരു ഷേപ്പ് തന്നെ അല്ലേ, ഒരു പുതിയ മുഖച്ഛായം തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ ആർട്ടിലും ഒരു 19th സെഞ്ചുറിയുടെ അവസാനത്തിലും 20th സെഞ്ചുറിയുടെ തുടക്കത്തിലൊക്കെ ആയിട്ട് അദ്ദേഹം ഒരു വലിയ റോള് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. He became the first non-European to win the Nobel Prize for the Literature for his celebrated work Gitanjali, famous for its profoundly sensitive, flesh and beautiful words. അദ്ദേഹത്തിൻ്റെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫ്രഷ് ആൻഡ് ബ്യൂട്ടിഫുൾ വേഴ്സ് അറിയപ്പെടുന്ന ഗീതാഞ്ജലിക്ക് അദ്ദേഹത്തിന് ആദ്യത്തെ നോൺ യൂറോപ്യൻ ആണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. നോൺ യൂറോപ്യനിലെ ആദ്യത്തെ ഒരു വ്യക്തിക്കാണ് ലഭിക്കുന്നത്. അത് അദ്ദേഹത്തിനായിരുന്നു, ഗീതാഞ്ജലി എന്ന് പറയുന്ന വർക്കിനാണ് കേട്ടോ. ദ ഗോൾഡൻ ബോട്ട്, then Kabuliwala, the post office and the broken nest are the some of his notable work. അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള വർക്കുകളാണ് ദ ഗോൾഡൻ ബോട്ട് എന്ന് പറയുന്നത്, കാബൂളിവാല, ദ പോസ്റ്റ് ഓഫീസ് ആൻഡ് ദ ബ്രോക്കൻ നെസ്റ്റ് ആർ സം ഓഫ് ഹിസ് നോട്ടബിൾ വർക്ക്. ദിസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ഹിസ് ഓട്ടോബയോഗ്രഫിക്കൽ വർക്ക് മൈ ബോയ്ഹുഡ് ഡേയ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ നിന്നുള്ള ഒരു പാർട്ടാണ് നമ്മുടെ ദ കാസ്റ്റവേ എന്ന് പറയുന്ന വർക്ക്. ദ ബാറ്റിൽ ഓഫ് ദ ഗോഡ്സ് ആൻഡ് ഡെമൺസ് ബിഗൻ ഇൻ ദ ഈവനിങ് അല്ലെ, നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യാണ്. ദ ബാറ്റിൽ ഓഫ് ദ ഗോഡ്സ് ആൻഡ് ഡെമൺസ്. ഇത് രവീന്ദ്രനാഥ ടാഗോർ ഒരു ആത്മീയൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ ദൈവവും പിശാചും ആ ഒരർത്ഥത്തിലല്ല, അദ്ദേഹം ഉദ്ദേശിച്ചത് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം ആ ഒരു റേഞ്ചിലാണ് അത് ചെയ്തത്. അദ്ദേഹം ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള റൈറ്ററും കൂടെയാണല്ലോ. അപ്പൊ നമുക്കിവിടെ ദൈവങ്ങളും ശത്രുക്കളും ദൈവങ്ങളും രാക്ഷസന്മാരും തമ്മിൽ, ഡെമൺസ് പറയുമ്പോൾ രാക്ഷസൻ യുദ്ധം തുടങ്ങിയിരിക്കുന്നു, ആ രീതിയിലല്ല കേട്ടോ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹം ഉദ്ദേശിക്കുമ്പോൾ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ബാറ്റിൽ ഇന്ന് വൈകുന്നേരം തുടങ്ങിയിരിക്കുന്നു. ദ റോറിങ് സ്റ്റോം, എന്താണ് റോറിങ് സ്റ്റോം അല്ലെ, അലറുന്ന
സ്റ്റോം കൊടുങ്കാറ്റ് അല്ലേ, ദ പോറിംഗ് റെയിൻ കോരിച്ചൊരിയുന്ന മഴ, ദ ബ്ലഡ് ജോയിങ് ദ തണ്ടർ അല്ലെ, എന്താണ് മക്കളെ, കഠിനമായിട്ട് ഗത കൊണ്ടൊക്കെ തല്ലുന്നുണ്ടല്ലോ, ആ ഗത കൊണ്ടൊക്കെ അടിക്കുമ്പോൾ ഉണ്ടാവുന്ന അത്രയും വലിയ ശബ്ദത്തോടു കൂടിയുള്ള ഇടിമുഴക്കം, ലൈറ്റനിങ് മിന്നൽ, ആൻഡ് ദ ബ്ലാക്ക് ക്ലൗഡ്സ് ഓൾ ലുക്ക് ദെയർ പാർട്ട്, അതുപോലെ തന്നെ ഇരുണ്ട് കൂടിയിട്ടുള്ള കാർമേഘങ്ങൾ, എല്ലാവരും അവരുടെ റോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ബാറ്റിലിന് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്, ആ ബാറ്റിലിനെ പ്രതികരിക്കുകയാണ് കേട്ടോ. മൊത്തത്തില് ഒരു യുദ്ധത്തിന്റെ ഒരു അന്തരീക്ഷമാണ്. ദ ഗംഗാസ് വാസ് ഫ്യൂരിയസ് അല്ലെ, ഗംഗാനദി ഇളകി മറിഞ്ഞു ഒഴുകുകയാണ്. ആൻഡ് വൺ കുഡ് ഹിയർ നാച്ചേഴ്സ് സ്ക്രീംസ് സൈൻ ആൻഡ് ഗ്രോൺസ് എവരിവർ അല്ലെ, നിങ്ങൾക്കിപ്പോൾ എന്തുമാത്രം കേൾക്കാൻ സാധിക്കും, പ്രകൃതിയുടെ നെടുവീർപ്പും മുരളലും ഞെരുക്കവും മാത്രമാണ് എവിടെ നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. In one of the riverside houses of the Chandanagar and the endless verbal battle was going on between Sharath and his wife Kiran അല്ലെ, ഇതിലൊരു ക്യാരക്ടേഴ്സ് ആണ് ശരത്തും കിരണും. കിരൺ എന്ന് പറയുമ്പോഴാണ് നിങ്ങൾക്ക് കിരൺ എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് ബോയ് ആയിട്ട് തോന്നും അല്ലേ, പക്ഷെ ഇവിടുത്തെ ലേഡി കഥാപാത്രം കേട്ടോ. കിരൺ എന്ന് പറയുന്നത് സ്ത്രീ കഥാപാത്രമാണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ റിവർ സൈഡിന്റെ പുഴയുടെ അരികിലുള്ള ചാന്ദർ നഗർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തില് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വെർബൽ ബാറ്റിംഗ് അല്ലെ, വായ കൊണ്ട് തർക്കിക്കുന്നതിനാണ് വെർബൽ ബാറ്റിംഗ്. നമ്മളൊക്കെ വീട്ടിലൊക്കെ ബഹളം ഉണ്ടാക്കാറില്ലേ, അടികൊണ്ടല്ലാതെ വാക്ക് തർക്കം. അപ്പൊ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ശരത് എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ ഭാര്യ കിരണും തമ്മിൽ ഒരു വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആൻഡ് അബൌട്ട് ദ സ്റ്റേയിങ് ഇൻ ദ ഹൗസ്, അവരവിടെ താമസിക്കുന്ന ഈ പറഞ്ഞ ചാന്ദ്രനഗർ എന്ന് പറയുന്ന പ്ലേസിൽ അവർ താമസിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഇവർ തമ്മിൽ വാക്ക് തർക്കം നടക്കുന്നത്. കിരൺ ഫെൽ സീരിയസ്ലി ഇൽ മേക്കിംഗ് എവരിവൺ ഇൻ ഹർ നാറ്റീവ് വില്ലേജ് ആൻഡ് ടെറിബ്ലി ആൻഷ്യസ്ലി, അവിടെ നാട്ടിലുള്ള ആളുകളെയൊക്കെ അല്ലെ, അവിടെ നാട്ടിലുള്ള അയൽവാസികളെ, നാട്ടിലുള്ള ആളുകളെയൊക്കെ അതിഭയാനകരമായിട്ട് ഭയപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ് നമ്മുടെ കിരൺ എന്ത് ചെയ്യാണ്, ഒരു വലിയ രോഗത്തിന് അടിമപ്പെടുകയാണ്. ദ വോൾ വില്ലേജ് അഡ്വക്കേറ്റ്, എല്ലാവരും വില്ലേജിലുള്ള എല്ലാവരും അഡ്വക്കേറ്റ് ഫോർ എ ചേഞ്ച് നെസസറി ഫോർ ഹെർ ആൻഡ് ടു ബി ടേക്കൻ ടു ഹെർ ഓൺ ഹോം അല്ലേ, വില്ലേജിലുള്ള ആളുകളൊക്കെ അവർ ഉപദേശിക്കുന്നത് എന്ത്, അവൾക്ക് എന്ത് അത്യാവശ്യമാണ്, ഒരു മാറ്റം അത്യാവശ്യമാണ്, അതുകൊണ്ട് തന്നെ അവൾ അവളുടെ വീട്ടിലോട്ട് പറഞ്ഞു വിടണമെന്നൊക്കെ വില്ലേജിലുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. But Sharath and his mother gave more importance to their darling than the wisdom of the villages അല്ലേ. പക്ഷെ ശരത്തിന്റെ അമ്മ ഇതിലെ മറ്റൊരു കഥാപാത്രമാണ് കേട്ടോ. ശരത്തിന്റെ അമ്മയ്ക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്തിനായിരുന്നു, അവളുടെ ഈ പറഞ്ഞ പ്രിയപ്പെട്ടവൾ, ഡാർലിംഗ് എന്ന് പറഞ്ഞാൽ ആർക്കായിരുന്നു, കിരൺ ആയിരുന്നു അല്ലെ, അവരുടെ പ്രിയപ്പെട്ടവൾക്കായിരുന്നു മറ്റുള്ള ആളുകളുടെ വിസ്ഡം ഓഫ് ദ വില്ലേജ് പറഞ്ഞാൽ അവിടുത്തെ ആളുകളുടെ ബുദ്ധി എന്ന അർത്ഥത്തിലാട്ടോ, ആളുകളുടെ അഭിപ്രായത്തെക്കാൾ കൂടുതൽ അവർക്ക് എന്തായിരുന്നു വലുത്, കിരണിന്റെ ഹെൽത്ത് ആയിരുന്നു. ക്ലിയർ? The doctor also thinks that you should stay here a few more days to return home strong again അല്ലേ, വീട്ടിൽ പോയിട്ട് സ്ട്രോങ് ആയി മാറുന്നതിന് മുമ്പ്, വീട്ടിൽ പോയിട്ട് ഊർജ്ജസ്വലതയൊക്കെ വീട്ടെടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കണം എന്നാണ് ഡോക്ടറും പറഞ്ഞിട്ടുള്ളത്. ഇതാരാ പറയുന്നത്, ശരത്താണ് കേട്ടോ. Your doctor knows everything. Let him know that a recovered person never needs further medicated recovery. I can go home right now. ഇത് കേട്ട് കിരൺ പറയാണ്, നിങ്ങളുടെ ഡോക്ടർക്ക് എല്ലാം അറിയാം, എന്താണ് റിക്കവേർഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെ, അസുഖത്തിൽ നിന്ന് മാറി വന്നിട്ടുള്ള ഒരു രോഗമുക്തി ലഭിച്ച വ്യക്തിക്ക് വീണ്ടും ഒരു ചികിത്സയുടെ ആവശ്യമൊന്നുമില്ല. ഐ ക്യാൻ ഗോ ഹോം റൈറ്റ് നൗ, എനിക്കിപ്പോൾ വീട്ടിലോട്ട് പോകാൻ പറ്റും, എനിക്കിപ്പോൾ വീട്ടിലോട്ട് പോകാം എന്നാണ് പറയുന്നത്. നൗ യു നോ ദാറ്റ് ഓൾ സോർട്ട് ഓഫ് ദി ഇൽനെസ് ആർ ഇലൂട്ടഡ് ഫ്രം ഹിം അല്ലേ. ഇപ്പോൾ എന്താണ് ഇവിടെ എല്ലാം എന്താണ്, ഇലൂട്ടഡ് മീൻസ് ഒഴിഞ്ഞു പോവുക എന്നൊരർത്ഥമുണ്ട്, ഒളിഞ്ഞിരിക്കുക എന്നൊരർത്ഥമുണ്ട്. ഓക്കെ, നിനക്ക് എന്താ പറയുക, ഇപ്പൊ എല്ലാ അസുഖങ്ങളും എന്താണ്, നിന്റെ നീ കാണുന്ന അസുഖങ്ങളൊക്കെ ഒളിച്ചിരിക്കുകയായിരിക്കും, ചിലപ്പം വരും അല്ലെ, മാറി എന്നൊന്നും പറയാൻ പറ്റില്ല, അത് ഒന്ന് മറിഞ്ഞിരിക്കുകയായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ എലൂറ്റഡ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോയി, എല്ലാ അസുഖങ്ങളും ഇവിടെ നിന്നും ഒഴിഞ്ഞു പോയി എന്നാണ് പറയുന്നത് കേട്ടോ, ആ ഒരു അർത്ഥത്തിലാണ്. പക്ഷെ ഇവിടെ ഒളിച്ചിരിക്കുക എന്നൊരർത്ഥം ഉണ്ട്.
നൗ ഐ സപ്പോസ് എവരി വൺ ഹിയർ വുഡ് ബി പെർഫെക്റ്റ്ലി വെൽ ഇൻ ദിസ് റൂം അല്ലേ. ഈ ആഞ്ഞു പിടിക്കുന്ന കൊടുങ്കാറ്റിൽ എല്ലാവരും എന്താവട്ടെ, പെർഫെക്റ്റ് ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെ അസുഖവും ഇതോടുകൂടി ഒഴിഞ്ഞു പോട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരത് ലുക്ക്ഡ് അറ്റ് ഹെർ ഫേസ്, ഷീ സ്റ്റിൽ അപ്പിയർ ടു ബി വെരി വീക്ക്. ശരത് ഇത് പറഞ്ഞിട്ട് ആളുടെ ഫേസിലോട്ട് നോക്കിയപ്പോൾ ആളിപ്പോഴും എന്താണ്, ഭയങ്കരമായിട്ട് എന്താണ്, വീക്കാണ് കേട്ടോ. ആള് വലിയ ഹെൽത്ത് ഒന്നും ആയിട്ടില്ല, ആളിപ്പോഴും വീക്കാണ്. His heart sank at the thought of how narrowly she had escaped death. അല്ലേ, അദ്ദേഹം ചിന്തിക്കുകയാണ് എന്താണ്, എങ്ങനെയാണ് അല്ലേ, എങ്ങനെയാണ്, വളരെ ജസ്റ്റ് ഒരു ഭാഗ്യം കൊണ്ടൊരു മൈന്യൂട്ടായിട്ടുള്ളൊരു ഭാഗ്യത്തിലൂടെയാണ് അവൾ എന്ത് ചെയ്തത്, ആ വലിയ അപകടത്തിൽ നിന്നും അവള് രക്ഷപ്പെട്ടിട്ടുള്ളത്. And Kiran had enjoyed being with the villagers teeming with fun. അല്ലേ, കിരൺ എന്തായിരുന്നു ശരിക്കും ഇഷ്ടം, കിരൺ എങ്ങനെയായിരുന്നു ആ വില്ലേജസിലുള്ള കളിയും ചിരിയും തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിയൊക്കെ ഉള്ള അവളുടെ ആർത്തുല്ലസിക്കുന്ന ആ വില്ലേജസിന്റെ കൂടെയുള്ള ജീവിതം അവൾ നന്നായിട്ട് ആസ്വദിച്ചിരുന്നു. ബട്ട് ദർ ഇൻ ദ റിവർ സൈഡ്, പക്ഷെ ഇവിടെ ഈ റിവർ സൈഡിലുള്ള അവളുടെ ജീവിതം ഷീ കുഡ് നോട്ട് ടോളറേറ്റ് വിത്ത് ദ ഹെവി ബർഡൻ ഓഫ് ഡൂയിങ് നത്തിങ്. അല്ലേ, ഹെവി ബർഡൻ ഓഫ് ഡൂയിങ് നത്തിങ് എന്ന് പറഞ്ഞാൽ എന്താ, വലിയൊരു ഭാരം, ഒന്നും ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു വലിയ ഭാരം സഹിക്കാൻ അവൾക്ക് കഴിയുന്നില്ല, ടോളറേറ്റ് ചെയ്യാൻ അവൾക്ക് സാധിക്കുന്നില്ല. ദാറ്റ് വാസ് ദെയർ പോയിന്റ് ഓഫ് ഡിസ്കഷൻ. ഇതിനെ കുറിച്ചായിരുന്നു അവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് ഇരുന്നിരുന്നത്. He lost his spirit when she suddenly stopped responding and turned her head away. അല്ലേ, ഇതിങ്ങനെ തന്നെയല്ലേ, ഒരാളിങ്ങനെ കൊട്ടൊക്കെ ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ തിരിഞ്ഞെന്ന് എങ്ങനെ ഉണ്ടാവും, അതേപോലെ തന്നെ ഹി ലോസ്റ്റ് ഹിസ് സ്പിരിറ്റ്, അവനൊന്ന് തണുത്തു, പെട്ടെന്ന് അവൻ്റെ ദേഷ്യം ഒന്ന് അങ്ങോട്ട് അമർന്നു. കാരണം എന്താ, വെൻ ഷീ സഡൻലി സ്റ്റോപ്പ്ഡ് റെസ്പോണ്ടിങ്, പെട്ടെന്ന് അവൾ തർക്കിക്കുന്ന അങ്ങ് നിർത്തിയപ്പോൾ ആൻഡ് ടേൺഡ് ഹെർ ഹെഡ് അവേ, മാത്രമല്ല അവളുടെ ഫേസ് അവൾ എന്ത് ചെയ്തു, അവരോട് തർക്കിക്കുന്ന നിർത്തിയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അവനൊന്ന് പെട്ടെന്നൊന്ന് തണുത്തു. He heard a call and went outside to see a young boy in the garden. അല്ലേ, അവർ പെട്ടെന്നൊരു വിളി കേട്ട് പുറത്തുനിന്ന് അവർ പെട്ടെന്ന് പുറത്ത് നോക്കിയപ്പോൾ ഒരു ആൺകുട്ടീൻ്റെ അവിടെ മുറ്റത്ത് വന്ന് നിൽക്കുന്നു. എ സർവൈവർ ഫ്രം എ അപ്ടേൺഡ് ബോട്ട് ഇൻ ദ സ്റ്റോം. അല്ലേ, അപ്ടേൺഡ് ബോട്ട് പറഞ്ഞാൽ തകർന്നറിഞ്ഞ ബോട്ടിൽ നിന്നും, കൊടുങ്കാറ്റിൽപ്പെട്ട് തകർന്നണിഞ്ഞ ബോട്ടിൽ നിന്നും സർവൈവ് ചെയ്ത് രക്ഷപ്പെട്ട് വന്നിട്ടുള്ള ഒരു കുട്ടിയെയാണ് അവർ ആ മുറ്റത്ത് കണ്ടത്. ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ കിരൺ ഷോവഡ് her hospitality, giving him dry clothes to change and milk to drink. പെട്ടെന്ന് മര്യാദയൊക്കെ കാണിച്ച് കിരൺ അവളുടെ ഒരു ഹോസ്പിറ്റാലിറ്റി മൈൻഡൊക്കെ കാണിച്ച് നല്ല ഉണങ്ങിയ ഡ്രസ്സൊക്കെ ഇടാൻ കൊടുത്ത് ഒരു ഗ്ലാസ് പാലും കൊടുത്തു. ആഫ്റ്റർ ഹി ഹാഡ് സെറ്റിൽ ഡൗൺ ഷി ആസ്ക്ഡ് ഹിസ് വേർ അബൌട്ട്. അല്ലേ, ഒന്ന് ഹി ഹാഡ് സെറ്റിൽ ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ, ഒന്ന് ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഒന്ന് കൂളായതിന് ശേഷം എന്ത് ചെയ്യാണ്, അവള് എന്ത് ചെയ്യണം, അവനോട് കാര്യങ്ങൾ അല്ലേ, വേറെ റെപ്പോർട്ട്സ്, അവൻ എവിടെ നിന്ന് വരുന്നു, അവൻ്റെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. ഹിസ് നെയിം വാസ് നീലകണ്ഠ. അല്ലേ, നീലകണ്ഠ, നമ്മൾ നീലകണ്ഠൻ എന്നൊക്കെ പറയില്ലേ, അതിനായിരിക്കും ഇവർ നീലകണ്ഠ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവൻ്റെ പേരാണ് നീലകണ്ഠ. അല്ലേ, നമ്മുടെ മെയിൻ ക്യാരക്ടർ എത്തിയിട്ടോ മക്കളെ, ഇതാണ് നമ്മുടെ ഈ കഥയിലെ മെയിൻ ക്യാരക്ടർ നീലകണ്ഠ. ബിലോങ് ടു എ തിയററ്റിക്കൽ ഗ്രൂപ്പ്, ഒരു നാടക സംഘത്തിലെ ഒരു കുട്ടിയായിരുന്നു. Their boat perished in the storm while they were going to stage a play in the neighboring villa. അല്ലേ, തൊട്ടടുത്ത വില്ലയിലോട്ട് അവർ ബോട്ടിൽ യാത്ര ചെയ്തപ്പോൾ കൊടുങ്കാറ്റിൽ എന്ത് ചെയ്തു, അവരുടെ ബോട്ട് പെറിഷ് ചെയ്തു. അല്ലേ, തകർന്നടിഞ്ഞു. He said he had no idea about the others. അല്ലേ, അവൻ പറഞ്ഞു അവന് മറ്റുള്ളവരെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ബോട്ടിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരെ കുറിച്ച് അവന് ഒരു ഐഡിയയും ഇല്ല. The boy turned out to be a boon to everyone. അല്ലേ, അവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ആ കുട്ടി എന്തായി, ഒരു ബൂണായി, ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. because Kiran had a warm interest in him as he shone out from the clutch of the death. അല്ലേ, മരണത്തിന്റെ പിടിയിൽ നിന്ന് നീന്തി രക്ഷപ്പെട്ട് വന്ന അവനോട് കിരൺ എന്ത് തോന്നുകയാണ്, മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്. അല്ലേ, കിരൺ അവനോട് എന്ത് ചെയ്യാണ്, ഒരു സോഫ്റ്റ് കോർണർ തോന്നുകയാണ്. അല്ലേ, ഒരു താല്പര്യം തോന്നുകയാണ്. ശരത് ആൻഡ് ഹിസ് മദർ were happy as Kiran would stay longer than. സ്വാഭാവികമായിട്ട് ശരത്തും അമ്മയും ഹാപ്പിയായി. കാരണം എന്താ, ഇനി അവൾ ഇവിടെ നിൽക്കുമല്ലോ, നീലകണ്ഠൻ വന്നുകൊണ്ട് അവളുടെ മൈൻഡൊക്കെ ഒന്ന് മാറില്ല, പോണം എന്നുള്ള ചിന്തയൊക്കെ മാറിയിട്ട് അവൾ ഇനി കുറച്ചു കാലം കൂടെ ഇവിടെ നീലകണ്ഠൻ വന്നുകൊണ്ട് ആ പേരും പറഞ്ഞ് അവളിവിടെ കുറച്ചു കാലം കൂടെ നിർത്താലോ എന്ന് ശരത്തും അമ്മയും, അതും ഒരു ശരത്തിനും അമ്മയ്ക്ക് അനുഗ്രഹമായത് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് കേട്ടോ. നീലകണ്ഠ ഓൾസോ വാസ് ഡിലൈറ്റ് ടു എസ്കേപ്പ് ഫ്രം ഹിസ് മാസ്റ്റർ. നീലകണ്ഠ എന്താണ്, വളരെ ഹാപ്പിയായി അവരുടെ മാസ്റ്ററിന്റെ കയ്യിൽ നിന്ന്. ചിലപ്പോൾ ആ ഗ്രൂപ്പിൽ നിർബന്ധിച്ച് കൊണ്ടുവന്നതായിരിക്കും. അല്ലേ,
അത് അവൻ്റെ ആരും ആവില്ല. ചില പണ്ടൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, കുട്ടികളെ ബാലവേലയൊക്കെ ചെയ്യുന്നമാതിരി ചില ഗ്രൂപ്പിലും പാട്ടിലൊക്കെ സംഘത്തിൽ അങ്ങനെ അവനെ അതിൽ നിർബന്ധിച്ച് നിർത്തിയതായിരിക്കാം. സ്വാഭാവികമായിട്ടും അവനെന്തായി, അവന് ഹാപ്പിയായി, അവരുടെ മാസ്റ്ററുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ. ആൻഡ് ബി എ പാർട്ട് ഓഫ് ദ വെൽത്തി ഫാമിലി. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സമ്പത്തുള്ളൊരു കുടുംബത്തിലാണ്, വെൽത്തി ഫാമിലി ആട്ടോ ഇവരുടേത്. നല്ല സമ്പത്തുള്ളൊരു കുടുംബത്തിൽ വന്ന് പെടാൻ പറ്റി, അതും വളരെ വലിയ കാര്യമല്ല. അപ്പോൾ എല്ലാവർക്കും ഇതെന്താണ്, മൊത്തത്തിലൊരു അനുഗ്രഹമായിട്ടാണ് തോന്നുന്നത്. ബട്ട് ഇൻ എ ഷോർട്ട് വൈൽ ശരത് ആൻഡ് ഹിസ് മദർ ബിഗൺ ടു റീതിങ്ക്. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ശരത്തും അമ്മ എന്ത് ചെയ്തു, ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി. റീതിങ്ക്, മാറി ചിന്തിക്കാൻ തുടങ്ങി. ആൻഡ് ലോങ്ഡ് ഫോർ ഹിസ് ഡിപ്പാർച്ചർ. അവൻ എന്തിനാഗ്രഹിക്കാൻ തുടങ്ങി, അവൻ്റെ പോകലിന് അവൻ ആഗ്രഹിക്കാൻ തുടങ്ങി. ഡിപ്പാർച്ചർ മീൻസ് മടങ്ങിപ്പോവുക. ഹി ഡെവലപ്ഡ് എ വാസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഓഫ് നോട്ടി ബോയ്സ് വിച്ച് ഡിഡിൻ അലോ എനി ഫ്രൂട്ട്സ് ടു ഗെറ്റ് റൈപ്പൻ ഇൻ ദ നൈബർഹുഡ്. അല്ലേ, അയൽവാസികളുടെ ഒരു ഫ്രൂട്ട് പോലും പഴുക്കാൻ സമ്മതിക്കാത്ത ആ നോട്ടി ആയിട്ടുള്ള വികൃതി കുട്ടികളുടെ കൂട്ടത്തിലായിരുന്നു അവൻ്റെ കൂട്ടുകെട്ട്. അതുകൊണ്ടാണ് അവർ മാറി ചിന്തിച്ചു തുടങ്ങിയത്. ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ വില്ലേജ് മോൺഗ്രൽ ഡോഗ് ടേൺഡ് ദ ഹൗസ് അപ്സൈഡ് ഡൗൺ. അല്ലേ, മോൺഗ്രൽ ഡോഗ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികൾ ഉണ്ടാവുമല്ലോ അല്ലേ, അങ്ങനെയുള്ള ഒരു പട്ടിയുമായിട്ടുള്ള അവൻ്റെ ഫ്രണ്ട്ഷിപ്പും ആ വീടിനാകെ താറുമാറാക്കി. അതിനാകെ താറുമാറാക്കി ആ പട്ടി വീട്ടിലോട്ട് വരുന്നതുകൊണ്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഉദ്ദേശിച്ചത്. അപ്സൈഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ വീടാകെ അലങ്കോലമായി ആകെ താറുമാറാക്കി എന്ന് പറയില്ല അത് കേട്ടോ. ബട്ട് കിരൺ അലോൺ ഫൗണ്ട് ഹാപ്പിനെസ് ഇൻ സപ്പോർട്ടിങ് ദ ബോയ്. പക്ഷെ കിരൺ മാത്രം അവനെ സപ്പോർട്ട് ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്തി. കിരൺ മാത്രം അവനിൽ ഇപ്പോഴും സന്തോഷം കണ്ടെത്തി. ഓൾ ദ വാർണിങ്സ് ഓഫ് ശരത് വെന്റ് ഇൻ വൈൻ. അല്ലേ, ശരത് എപ്പോഴും വാർണിംഗ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ ആ കുട്ടിയുടെ കൂടെ പോകരുത്, അങ്ങനെ കൂട്ടുകൂടരുത്, ആ പട്ടിയെ ഉപേക്ഷിക്കണം, അങ്ങനെയുള്ള നല്ല വൃത്തികെട്ട ഇങ്ങനെയെല്ലാം എന്താണ്, ഇതൊക്കെ ഇതൊന്നും ഫലം കണ്ടില്ല, എല്ലാം വിഫലമായി കേട്ടോ. ഷീ പ്രൊഫൗഡഡ് ഹിം ക്ലോത്ത്സ് ഇൻ അബണ്ടൻസ്. അല്ലേ, എന്താണ് അവന് കൂട്ടമായിട്ട് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് അവള്. ഷീ വുഡ് ഓൾവേസ് കോൾ ഹിം ഫോർ ഹിസ് തിയറിറ്റിക്കൽ പ്രസന്റേഷൻ ആൻഡ് ദ ആഫ്റ്റർനൂൺ ഹവേഴ്സ് പാസ്ഡ് മെറിലി. അല്ലേ, അവൾ എന്ത് ചെയ്യും, അവൾ ഇടക്കിടക്ക് അവൻ്റെ നാടകങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ തിയറിറ്റിക്കൽ പ്രസന്റേഷൻ, അല്ലേ, നാടക രൂപങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കും. അങ്ങനെ അവരുടെ ഈവനിങ്ങിലും വൈകുന്നേരങ്ങളിലൊക്കെ എന്താവും, വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകും. ശരത് ഹാഡ് എ കോർഡിയൽ ഡിസ്ലൈക്ക് ടുവേർഡ്സ് എ ബോയ്. അല്ലേ, ശരത്തിന് അവനൊന്നുണ്ടായിരുന്നു, ഒരു താല്പര്യമില്ലായിരുന്നു, ഇഷ്ടം അവനോട് ഇല്ലായിരുന്നു. അല്ലേ, ആൻഡ് the boy often got his ears boxed and pulled by ശരത്. There was no notable change. അല്ലേ, പലപ്പോഴായിട്ട് എന്താണ്, നമ്മുടെ നീലകണ്ഠന് ചെവിക്ക് തലക്ക് കിഴുക്ക് കിട്ടാറുണ്ട്. ആൻഡ് പുള്ളിയുടെ തലക്ക് അടിയും കിഴുക്കും ഒക്കെ ശരത്തിൻ്റെ അടുത്ത് കിട്ടാറുണ്ട്. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് അതുകൊണ്ടൊന്നും ഒരു മാറ്റം അവൻ്റെ സ്വഭാവത്തിൽ ഉണ്ടായില്ല. He strongly believed that the world was made up of eatings and beating, in which beating played the predominant part. അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ. അല്ലേ, എന്താണ് കാരണം, അവനിങ്ങനെ അടി കിട്ടുമ്പോൾ മാറ്റങ്ങളൊന്നും ഇല്ല. കാരണം അവൻ എന്താ നീലകണ്ഠൻ വിശ്വസിച്ചിരുന്നത്, ഈ ലോകം എന്ന് പറയുന്നത് ഈറ്റിങ്ങും ബീറ്റിങ്ങുമാണ്, തീറ്റയും അടിയുമാണ് ഈ ലോകം എന്ന് പറയും. ഈ ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് തീറ്റയ്ക്കും അടിക്കും വേണ്ടിയിട്ടാണ്. തീറ്റയും അടിയാണ്, അതിനപ്പുറം അവനൊരു ലോകം അറിയില്ല. അവൻ അവിടെയും എന്തായിരുന്നു കിട്ടിയിട്ടുണ്ടാവുക, ചിലപ്പം ഇതായിരിക്കും. അവന് അടി കൊള്ളുക, ഭക്ഷണം കൊടുക്കും, പിന്നെയും പണിയെടുക്കുമ്പോൾ അവന് നല്ല അടി കിട്ടും, പിന്നെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അവന് വർക്ക് ചെയ്യും. അപ്പം ഈ ഭക്ഷണവും ഈ അടിയുമാണ് ജീവിതം എന്നാണ് അവന് മനസ്സിലാക്കി വെച്ചത്. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അവന് എന്തിനാണ്, ബീറ്റിങ്ങിനാണ് കൊടുക്കുന്നത്. അവന് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് അടിയായിരിക്കും. അടി കിട്ടി അവൻ എന്താണ്, ആ ബീറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് അവൻ വളരെ പ്രൊമിനൻ്റ് ആയിട്ട് തോന്നുന്നുകൊണ്ട് അവന് അതൊന്നും ഒരു വിലയില്ല. അതുകൊണ്ടാണ് ശരത്തിന് കൊടുക്കുന്നതൊന്നും അവന് ഏൽക്കാത്തത്. It was hard to tell him age from his face and his act. അല്ലേ, അവൻ്റെ സ്വഭാവത്തിൽ നിന്നും അവൻ്റെ ഫേസിൽ നിന്നും അവന് വയസ്സ് എത്ര എന്ന് പറയാൻ അവൻ്റെ വയസ്സ് നമുക്ക് അറിയാമെന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, ആൻഡ് ഹിസ് ഹെയർലെസ് ഇന്നസെൻറ്റ് ഫേസ് said he was about 14. അവൻ്റെ ആ ഹെയർലെസ് ആയിട്ടുള്ള, മുടിയൊന്നും ഇല്ലാത്ത, രോമങ്ങളൊന്നും വന്നിട്ടില്ലാത്ത അവൻ്റെ ആ ഒരു ഫേസ് കണ്ടാൽ ഏകദേശം ഒരു 14 പറയുള്ളൂ കേട്ടോ. ആൻഡ് but his smoke and words gushed out from his mouth suggested he was beyond 70. പക്ഷെ അവൻ്റെ സ്മോക്കും പുകയും എന്ന് പറഞ്ഞാൽ അവൻ്റെ വാക്കുകളും പ്രവർത്തികളും അവൻ്റെ ഇതും എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഏകദേശം അവൻ്റെ ഒരു 17 വയസ്സ് തോന്നിക്കും. ബട്ട് എവരിവൺ ട്രീറ്റഡ് ഹിം ആസ് എ സ്മോൾ. പക്ഷെ എല്ലാവരും അവനൊരു ചെറിയ കുട്ടിയായിട്ടാണ് ട്രീറ്റ് ചെയ്തിരുന്നത്.
He showed the first sign of the adulthood when he hesitated to be lady companion to Kiran. അല്ലേ, അവനൊരു അഡൽട്ടായി, അവന് വലുതായി നമുക്ക് തോന്നുന്നത്, മറ്റുള്ളവർക്ക് തോന്നുന്ന എപ്പോഴൊക്കെയാണ് അവനിങ്ങനെ നമുക്ക് തോന്നി തുടങ്ങുന്നത് എങ്ങനെയാണ്, അവൻ കിരണിൻ്റെ കൂടെ തോയിയായിട്ട് നിൽക്കാതെ എപ്പോഴും കിരണിൻ്റെ കൂടെ ഇങ്ങനെ നടക്കല്ലായിരുന്നോ. അപ്പോൾ നമ്മൾ കുട്ടികൾ വലുതാകുന്നതനുസരിച്ച് നമ്മളടുത്ത് ഇങ്ങനെ മാറിപ്പോവും. അതേപോലെ കിരണിൻ്റെ കൂടെയുള്ള ഈ കമ്പാനിയൻ ഇടയ്ക്കിടയ്ക്ക് ഒഴിവാക്കുകയാണ് അവൻ അല്ലേ. അപ്പോൾ കിരണിൻ്റെ തോയി സ്ഥാനത്ത് നിന്ന് അവൻ പിന്മാറുമ്പോഴും ആൻഡ് പ്ലേ ദ ഏർലിയർ ഫെമിനിയൻ റോൾസ് ഈ ആട് പ്ലേഡ് അല്ലേ. അതേപോലെ തന്നെ അവന് പണ്ട് ചെയ്തിരുന്ന കഥാപാത്രങ്ങൾ ഉണ്ടാവും, സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അത് ചെയ്യാൻ അവന് മടി കാണിക്കുമ്പോഴുമാണ് നമുക്ക് അവൻ അഡൽട്ടായെന്ന് തോന്നുന്നത്. ബട്ട് ഹിസ് റോൾ ആസ് ആൻ അക്ലേറ്റ് ടു കിരൺ ഡിഫെൻഡഡ് എനിത്തിങ് ദാറ്റ് കെയിം അഗെയിൻസ്റ്റ് ഹിം ദൗസ്. പക്ഷേ അവളുടെ ഒരു തോയി അല്ലെ, അവളുടെ ഒരു സംഗാതി എന്ന് പറഞ്ഞ് കിരണിൻ്റെ കൂടെ പോയി ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ അവന് ബാക്കിയുള്ള അവൻ്റെ എതിർപ്പുകളും ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും അത് ഡിഫെൻഡ് ചെയ്യും. കാരണം കിരണിൻ്റെ കൂടെ കിരൺ എന്ത് ചെയ്യും, ഡിഫെൻഡ് ചെയ്യും. അപ്പോൾ കിരണിൻ്റെ കൂടെയുള്ള ഈ സപ്പോർട്ടിങ് ക്യാരക്ടറാണ് അവനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ആ വീട്ടിൽ നിർത്തുന്നത്. ഓക്കെ, he had nothing to think about the other than entertaining Kiran with his diverse performance. അല്ലേ, അവന് വേറെ ഒന്നിനെ കുറിച്ചൊരു ചിന്തയില്ലായിരുന്നു. കിരൺ എൻ്റർടൈൻഡ് ചെയ്യിപ്പിക്കുക, അതേപോലെ തന്നെ അവൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള പെർഫോമൻസ് കൊണ്ട് കിരणे ഹാപ്പി ആക്കുക, അതിനപ്പുറം അവന് വേറെ ഒന്നും ചിന്തിക്കാനില്ലായിരുന്നു. Kiran's effort to inculcate some scholastic elements in him turned into ashes as a destiny to youth figures out of that. Even the alphabets were dancing in the mist in front of his eyes. അല്ലേ, അതിനിടയിൽ കിരൺ എന്തിനും കൂടെ ശ്രമിച്ചു, ഇൻകാൽക്കുലേറ്റ് സം സ്കോളസ്റ്റിക് എലിമെന്റ്സ് അല്ലേ, അവനെ ആവർത്തിച്ച് ഇങ്ങനെ പഠിപ്പിക്കുന്നതിനൊക്കെയാണ് ഇൻകാൽക്കുലേറ്റ് എന്ന് പറയാം. സ്കോളസ്റ്റിക് എലിമെന്റ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനൊന്ന് ശ്രമിച്ചു. ആ ശ്രമം എന്തായി, ആഷസ് ആസ് എ ഡെസ്റ്റിനി ടു യൂത്ത് ഫിഗർ ഔട്ട് ഓഫ് ദ അത് ചാരമായി പോവുകയാണ് ചെയ്തത് കേട്ടോ. ഈവൻ ദ ആൽഫബറ്റ്സ് വർ ഡാൻസിങ് ഇൻ ദ മിസ്റ്റ് ഓഫ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഐസ് അല്ലേ, അവൻ്റെ കണ്ണുകളിൽ ഒരു മിസ്റ്റായിട്ട്, ഒരു മഞ്ഞായിട്ട് പാളിയായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു പാളിയായിട്ടാണ് ആൽഫബറ്റ്സ് അവന് തോന്നിയിട്ടുള്ളത്. അത്രയും അതെന്തായി മാറി, അത് വിഫലമായിട്ട് മാറി അല്ലേ, അത് ഒരു ചാരമായിട്ട് മാറിപ്പോയില്ലേ, നമ്മൾ പറയില്ലേ വെണ്ണീരായി പോയി, അത് റിസൾട്ട് കിട്ടാതെ പോയി. അവന് അത് പഠിപ്പിക്കാൻ സാധിച്ചില്ല, അത് സക്സസ് ആയില്ല. ബട്ട് ഹി ഡെവലപ്ഡ് ദ സ്കിൽ ഓഫ് കാസ്റ്റിംഗ് ഹിസ് ഐസ് ബ്ലാങ്ക് ഓൺ ദ പേജ് ഓൺ ദ ബുക്ക് ഫോർ ദ ഹവേഴ്സ് ഇഫ് ഹി റീഡിങ് ഇറ്റ് അല്ലേ. പക്ഷെ അവന് എന്തിനുള്ള കഴിവുണ്ടായി, മക്കൾ എന്ത് ഡെവലപ്പ് ചെയ്തു, അവൻ്റെ കണ്ണുകൾ ആ ബുക്കുകളുടെ മുകളിലൂടെ ഇങ്ങനെ ഓടിക്കാനുള്ളൊരു കഴിവുണ്ടല്ലോ, അത് അവന് നേടിയെടുത്തു. ആൻഡ് ഫോർ ഹവേഴ്സ് ഇഫ് ഹി റീഡിങ് ഇറ്റ് അല്ലേ. നമ്മളില്ലേ മനപ്പാഠം പഠിച്ചിട്ട് ഇങ്ങനെ വെറുതെ വായിച്ച് പോകുന്ന ഒരാൾപ്പാണ്. നമ്മൾ മനപ്പാഠം പഠിച്ച് നമ്മൾ സ്കൂളിലൊക്കെ അങ്ങനെയുണ്ട്, കുട്ടികൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് ചെറിയ മക്കൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കുഞ്ഞു പ്രായത്തിലുള്ള KG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങനെയുള്ള LP സെക്ഷനിലൊക്കെ കുട്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. അതിന് മുകളിലൊക്കെ ഉള്ള കുട്ടികൾക്കുണ്ട്, വായിക്കാൻ കിട്ടില്ലെങ്കിലും ഫ്ലുവൻ്റായിട്ട് വായിക്കുക. എന്താ, അവർ മനപ്പാഠം പഠിച്ച് വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് അതിന് മുകളിൽ കൂടെ ഇങ്ങനെ ഒരു വായന ഉണ്ട്, ആ വായനയാട്ടോ ഉദ്ദേശിച്ചത്. ഹി വുഡ് റീഡ് ഇറ്റ് അലോഡ് വെൻ എ ഹിന്റ് ഓഫ് ഹ്യൂമൻ പ്രസൻസ് അല്ലേ, ആരെങ്കിലും അവൻ്റെ പരിസരത്ത് കൂടെ വരുന്നുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം വന്നു എന്നുണ്ടെങ്കിൽ അവനെ ഉറക്കനെ വായിക്കും. വേർ സംവെയർ അറൗണ്ട് ഹിം, ആരെങ്കിലും അവൻ്റെ ചുറ്റുപാടത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ അവനത് ഉറക്കനെ വായിക്കും. ഈവൻ ദോ ഇറ്റ് സൗണ്ട് പെർഫെക്റ്റ് വിത്ത് ഫുൾ ഓഫ് ഡ്രിഫ്റ്റിംഗ് അലിട്രേഷൻ, അതിൻ്റെ എല്ലാ പെർഫെക്ഷനോടും സൗണ്ടോട് കൂടിയിട്ട് അവൻ എന്ത് ചെയ്യാണ്, അത് ഉറക്കനെ വായിക്കുകയാണ്. ദ ഫീഡ് മീനിങ് വാസ് ബിയോണ്ട് ഹിസ് കോംപ്രിഹെൻഷൻ, അവൻ്റെ ഇതിനപ്പുറം അവൻ്റെ ആ ഒരു കോംപ്രഹെൻസിൻ്റെ ബിയോണ്ട് ആയിരുന്നു എന്ത്, അതിൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള മീനിങ്. ആ മീനിങ് പോലും അവൻ്റെ വായനയുടെ മുകളിലോട്ട് താന്നു പോകും എന്നാണ് ഉദ്ദേശിച്ചത്. ആ ഒരു ലെവലിൽ അവന് മനപ്പാടാക്കിയിട്ട് ഉറക്കനെ വായിക്കുകയാണ്. He felt everything to become music around him. അവൻ്റെ ചുറ്റുപാടും എല്ലാം മ്യൂസിക്കായിട്ട് തോന്നുന്നു. സംഗീതമായിട്ട് മീൻസ് എന്താ, ഫുൾ ഹാപ്പിയാണ്, ഫുള്ള് സംഗീതമായിട്ട് ഫുള്ളൊരു സന്തോഷമായിട്ട് അവൻ്റെ ചുറ്റുപാടും തോന്നുകയാണ്. ദ പാസ്റ്റ് ലൈഫ് ഓഫ് ദ തിയററ്റിക്കൽ സ്ലൈവ് ബിഫോർ ദ സ്റ്റോം ഹാഡ് കംപ്ലീറ്റ്ലി ഫാഡഡ് ഓഫ് ദ ഹിസ് മെമ്മറി അല്ലേ, അവൻ്റെ ഓർമ്മകളിൽ നിന്നും പൂർണ്ണമായിട്ടും മാഞ്ഞു പോയിരിക്കുന്നു. എന്ത്, ആ കൊടുങ്കാറ്റിൽ പെട്ടുപോകുന്നതിന് മുമ്പുണ്ടായിരുന്ന അവൻ്റെ തിയററ്റിക്കൽ സ്ലൈവ് അല്ലേ, ആ അടിമത്തം നിറഞ്ഞിട്ടുള്ള അവൻ്റെ ആ നാടക ജീവിതമെല്ലാം അവൻ്റെ മനസ്സിൽ നിന്നും ഓർമ്മയിൽ നിന്നും പൂർണ്ണമായിട്ടും മാറിയിരിക്കുന്നു. അവനിപ്പോൾ അത്രയും ഹാപ്പി ആയിരിക്കുന്നു. The enchanting nature and the soothing presence of the Kiran അല്ലേ, അവൻ്റെ ആ
വളരെയധികമുള്ള ആകർഷകമായിട്ടുള്ള ആ ഒരു പെരുമാറ്റവും കിരൻ്റെ ആ ഒരു സ്നേഹവാദമായിട്ടുള്ള പ്രസൻസും ഹു ടുക്ക് അപ്പ് ദ റോൾസ് ഓഫ് ഹിസ് സിസ്റ്റർ മദർ കമ്പൈൻഡ് ബിക്കം ദ മ്യൂസിക് ഓഫ് ഹിസ് സോങ്. അവൻ്റെ പാട്ട് മനോഹരമായിട്ട്, അവൻ്റെ സംഗീതം എന്തായിരുന്നു, അവൻ്റെ സംഗീതത്തിനെ മനോഹരമാക്കിയിരുന്നത് കിരണിൻ്റെ പ്രസൻസ് ആണ്. ഒരു ചേച്ചി എന്ന നിലക്കും ഒരു അമ്മ എന്ന നിലക്കും കിരൺ അവന് കൊടുക്കുന്ന സ്നേഹവും ലാളനയുമാണ് അവൻ്റെ ലോകം ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പാട്ടായി മാറിയത്. ആൻഡ് ഓഫ് ഫ്രം ഹർ, അവളുടെ നിന്ന് മാറി നിൽക്കുമ്പോൾ ഹി വുഡ് bring dozens of fresh complaints from his neighbor that eventually led to Sharath cuffing him. അല്ലേ, അവളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഓക്കെ, അവളുടെ അടുത്ത് നിന്ന് മാറിപ്പോയി കഴിഞ്ഞോ പിന്നെ അവരുടെ നൈബേഴ്സിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ കംപ്ലൈൻസുകളാണ് വരുന്നത്. ദാറ്റ് ഇവൻച്വലി ലെഡ് ടു ശരത് കഫിങ്. അതെന്താ അവസാനം ശരത്തിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടാനുള്ള ഒരു രീതിയിലോട്ടുള്ള അത്രയും കൈകൊണ്ടുള്ള അടിയായിരിക്കും അതിൻ്റെ റിസൾട്ടായിട്ട് വരാറുള്ളത്. His spoiled followers would then come in search of him some new ways of mischiefs. അല്ലേ, അവൻ്റെ ഈ വഴിതെറ്റിക്കുന്ന അവൻ്റെ കൂട്ടുകാരെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങളായിട്ടുള്ള വികൃതി നിറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളും കൊണ്ടിട്ട് അവനെ തേടി ഇടയ്ക്കിടയ്ക്ക് വരും. At that time, Sharath younger brother Sadish came to spend a vacation with them. അല്ലേ, അടുത്ത ക്യാരക്ടർ കേട്ടോ സതീഷ്. നമ്മുടെ ശരത്തിൻ്റെ ബ്രദർ ആയിട്ടുള്ള സതീഷ് വെക്കേഷൻ കാലം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വരികയാണ്. കിരൺ വാസ് overjoyed by the presence of her brother-in-law of the same age. അല്ലേ, അവളുടെ സെയിം പ്രായത്തിലുള്ള ബ്രദർ-in-law ഹസ്ബൻഡ് അനിയൻ വന്നപ്പോൾ കിരൺ എന്തായി, ഭയങ്കര ഓവറായിട്ട് ഹാപ്പി ആയി. ബോത്ത് ഓൾവേഴ്സ് ഓൺ ദ മൂവ് rollicking with the pearls of the laughter. അല്ലേ, അവരെന്ത് ചെയ്യാണ്, എപ്പോഴും ഒരുമിച്ച് നടക്കുകയാണ്, സന്തോഷത്തിൽ അവരെപ്പോഴും എന്ത് ചെയ്യാണ്, ആർത്ത് ഉല്ലസിക്കുകയാണ് കേട്ടോ. She would write monkey with vermilion on his back. അല്ലെ, അവൻ്റെ ബാക്കിൽ കുങ്കുമം കൊണ്ട് അവൾ എന്ത് ചെയ്തു, മങ്കി എന്ന് എഴുതും. ആൻഡ് ഹി പുട്ട് പെപ്പർ എമോങ് ഹെർ ബെറ്റർ. അല്ലേ, അവളുടെ വെറ്റിലയിലുള്ളിൽ കുരുമുളക് വെച്ചിട്ട് കൊടുക്കും. ഇങ്ങനെയുള്ള കുസൃതികളും രസങ്ങളും ഒക്കെ കാണിച്ച് അവരിങ്ങനെ ഭയങ്കര ഹാപ്പിയായി. മീൻ വൈൽ നോ വൺ നോ ഹൗ എ ക്ലൗഡ് ഓഫ് അൺഎക്സ്പ്ലൈൻഡ് വൈഡ്നസ് ഹവേർഡ് ഓവർ നീലകണ്ഠ. ഈ ഒരു ഇതിൻ്റെ ഇടയിലൂടെ ഒരു കാര്യം ആരും അറിയാതെ പോയി. എന്താണ്, ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു കാർമേഘം, ഒരു കാടത്തം എന്ത് ചെയ്യുന്നുണ്ട്, ആരുടെ ഇടയിൽ, നീലകണ്ഠൻ്റെ മുകളിലൂടെ നീലകണ്ഠനെ ചുറ്റിപ്പറ്റി നീലകണ്ഠൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കയറിക്കൂടുന്നത് ഇതിൻ്റെ ഇടയിൽ ആരും കാണുന്നില്ല. ഹി വുഡ് ത്രാഷ് ഹിസ് ഡിവോട്ടീസ് ഫോർ നോ റീസൺ. അവൻ എന്ത് ചെയ്യാണ്, വെറുതെ അടിക്കുകയാണ് അവൻ്റെ കൂട്ടുകാരെ ഒരു കാരണവുമില്ലാതെ. ഹിസ് പെറ്റ് മോഗ്രൽ, അവൻ്റെ പെറ്റായിട്ട് അവൻ വളർത്തുന്ന ആ തെരുവ് നായയെ അവൻ ഇടക്കിടക്ക് തല്ലുകയാണ്. അവർ സ്മാഷ് ദ ലീവ്സ് ആൻഡ് തിങ്സ് ഹാർഷ്ലി വിത്ത് ദ കെയിൻസ്. അല്ലേ, മുളവടി കൊണ്ട് കമ്പുകളും ഇലകളൊക്കെ അവരിങ്ങനെ ചവച്ച് മെതിക്കുകയാണ്. അല്ലെ, അടിച്ച് നശിപ്പിക്കുകയാണ്. ഇതൊക്കെ അവൻ്റെ ആ ഒരു അമർഷം കാണിക്കുകയാണ് കേട്ടോ. After Sadish arrives, Kiran had seldom got much time to spare serving Nilakantha meals, which she had been doing generously as he had the immense capacity of the eating. അല്ലേ, അവന് കഴിക്കാവുന്നതിൻ്റെ അപ്പുറവും അവന് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിലൊക്കെ വളരെ ജനറസ് ആയിട്ട് ലാവിഷായിട്ട് ഭക്ഷണം വിളമ്പി കൊടുത്തിരുന്ന അവൾ ഇപ്പോൾ സതീഷ് വന്നപ്പോൾ അത്രത്തോളം സമയം അവന് ഫുഡ് കൊടുക്കാനൊന്നും അവൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. ആഫ്റ്റർ ദാറ്റ് ഹി ലെഫ്റ്റ് ദ ഹോൾ വിത്തൗട്ട് ഈറ്റിംഗ് മച്ച്. പലപ്പോഴും അവനെന്തും കഴിക്കാതെ അവിടുന്ന് ഒരു ഫുഡും കഴിക്കാതെ അവന് വേണ്ടത്ര ഫുഡ് പോലും കഴിക്കാതെ അവൻ എണീറ്റ് പോകും. ഹി വുഡ് റിപ്പീറ്റ്ലി സേ, അവൻ ഇടയ്ക്കിടയ്ക്ക് പറയും, എന്ത്, ഐ എം നോട്ട് ഹംഗ്രി, എനിക്ക് വിശപ്പൊന്നുമില്ല. തിങ്കിങ് ദാറ്റ് ഇഫ് ഹി വുഡ് ബ്രിങ് കിരൺ ടു പ്രസ് ഹിം ടു ഫിനിഷ്. അതെന്തിനാണ് പറയുന്നത്, നമ്മളോട് കുറച്ച് ഫുഡ്, നമ്മൾ ചില സമയത്ത് ഫോർമാലിറ്റി കാണിച്ചിട്ട് നമ്മൾ പറയാറില്ലേ, കുറച്ച് ഫുഡ് വേണ്ട. പക്ഷെ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും, അവർ നിർബന്ധിച്ചിട്ട് ഇട്ട് തരണം അല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ നീലകണ്ഠൻ എന്ത് പറയും, എനിക്ക് വിശപ്പില്ല എന്ന് പറയാം. അപ്പോൾ കിരണ് വേണ്ട, കുറച്ചും കൂടെ കഴിച്ചോ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഓക്കെ, മനസ്സിൽ അങ്ങനെ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് അവൻ ഇടയ്ക്കിടയ്ക്ക് പറയും, കിരൺ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്, കഴിച്ചോ, കുറച്ചും കൂടെ കഴിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ട് അവൻ ഉറക്കെ പറയും, എന്ത്, എനിക്ക് വിശപ്പില്ല. പക്ഷെ അത് എന്ത് ചെയ്യില്ല, അത് റിസൾട്ട് കാണാറില്ല ഇപ്പോൾ. കിരൺ ഇപ്പോൾ അങ്ങനെ പറയാറില്ല. ദാറ്റ് ഡിഡിന്റ് ഹാപ്പൻ. പക്ഷെ അതിപ്പോൾ സംഭവിക്കാറില്ല. കിരൺ കുറച്ചും കൂടെ കഴിച്ചോ, തിന്ന് നീ കഴിക്ക്, ഇങ്ങനെ പറയാറില്ല. എനിക്ക് വിശപ്പില്ല എന്ന് പറയുമ്പോൾ ആരും മൈൻഡ് ചെയ്യാറില്ല. അവൻ എണീറ്റ് പോവാറാണ്.
സോക്കിംഗ് ദ പില്ലോ വിത്ത് ഹിസ് സോപ്സ് ബിക്കം എ യൂഷ്വൽ ഒക്കറൻസ് അല്ലെ. തലേണ കെട്ടിപ്പിടിച്ച് കുതിരുക അല്ലെ. തലേണ അവന്റെ കണ്ണുനീർ കൊണ്ട് തലേണ കുതിർന്ന് കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്നുകൊണ്ടാണ് കേട്ടോ. കുതിർന്ന തലേണകൾ എന്തായി? ബിക്കം എ യൂഷ്വൽ ഒക്കറൻസ്. അത് സ്ഥിരം കാഴ്ചയായി, സ്ഥിരം പരിപാടിയായി. ഡെയിലി അവൻ എന്ത് ചെയ്യാണ്? ഇത് സഹിക്കാൻ കഴിയായിട്ട് കരയുകയാണ്. ഹി ജംപ്ഡ് ഇൻ ടു ദ കൺക്ലൂഷൻ ദാറ്റ് സം വെനമസ് ട്രിക്ക് ഓഫ് ദ സതീഷ് ഹാഡ് മെയ്ഡ് ഹിം ആംഗ്രി അഗെയിൻസ്റ്റ് ഹിം അല്ലെ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് അവന്റെ മനസ്സിലൊരു കാര്യം മനസ്സിലാക്കണം. അവൻ പെട്ടെന്ന് തന്നെ ഒരു കൺക്ലൂഷനിൽ എത്താണ്. എന്ത്? സതീഷ് എന്തൊക്കെയോ വിഷം ചേർന്നിട്ടുള്ള ട്രിക്കുകളൊക്കെ ചേർന്നില്ലേ, എന്തൊക്കെയോ ഐഡിയപരമായിട്ടൊക്കെ കളിച്ചിട്ട് ഇപ്പൊ ആർക്ക്? കിരൺ എന്നോട് ദേഷ്യമാണ് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അവന് വിചാരിക്കുകയാണ്. ക്ലിയർ? Sadish didn't notice his covered ways of avenge even though his soap disappeared from the step of the bathing place. അല്ലെ, സതീഷ് എന്ത് ചെയ്യാറില്ല? ഇതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഈവൻ അവൻ കുളിക്കുന്ന സോപ്പ്, കുളിക്കുന്ന ബാത്തിങ് പടിയിലുണ്ടാവും അല്ലെ, കുളിപ്പടി, മീൻസ് കുളയൊക്കെ ആയിരിക്കും അവിടെ അല്ലെ, അങ്ങനെയൊക്കെ ഊഹിക്കാം. അപ്പൊ ആ സ്റ്റെപ്പിന്റെ അവിടെ നിന്നൊക്കെ അവൻ കുളിക്കാൻ ഇറങ്ങും, ആ സോപ്പ് മിസ്സാവുന്നുണ്ട്. അതുപോലെ ഹിസ് ഡ്രസ് ഫ്ലോട്ടഡ് പാസ്റ്റ് ഹിം ഇഫ് ഹി ബ്ലോൺ ബൈ ദ വിൻഡ്. അവൻ നടന്നു പോകുമ്പോൾ കാറ്റിലൂടെ അവന്റെ ഡ്രസ്സുകൾ അവന് നേരെ പാറി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവൻ എന്ത് ചെയ്യുന്നില്ല? ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. വൺ ഡേ കിരൺ കോൾഡ് നീലകണ്ഠ ടു എന്റർടൈൻ സതീഷ്. ഒരു ദിവസം കിരൺ നീലകണ്ഠനെ വിളിച്ചിട്ട് സതീഷിന് ഒരു എന്റർടൈൻമെന്റ് കൊടുക്കാൻ പറഞ്ഞു, ഏതെങ്കിലുമൊക്കെ റോള് ചെയ്യാനും. ഈ കെപ്റ്റ് മം. പക്ഷെ അവൻ എന്ത് ചെയ്തു? ക്ലോസ് ആയി നിന്ന്, വായ ക്ലോസ് ചെയ്ത് അവൻ സൈലന്റ് ആയി. ആൻഡ് സെഡ് ദാറ്റ് ഹി കുഡ് റിമെമ്പർ. എന്നിട്ട് അവൻ പറഞ്ഞു, എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അവനൊന്നും ചെയ്തില്ല. അവനൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവൻ ഇഷ്ടപ്പെടാൻ മിണ്ടാന്നൊന്നും കിരൺ അവനോട് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ ചെയ്തില്ല. സതീഷിനോടുള്ള ദേഷ്യം കാരണം അവൻ എന്ത് ചെയ്തു? വളരെ സൈലന്റ് ആയിട്ട് നിന്നിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞു. The decision to return home made everyone busy packing up. അല്ലെ, അവരെല്ലാവരും എന്ത് ചെയ്യാണ്? വീട്ടിൽ നിന്നും തിരിച്ചു പോവാൻ അല്ലെ, അവിടെ നിന്ന് തിരിച്ചു പോകാനുള്ള തീരുമാനം എടുത്തു. പാക്ക് ചെയ്യാണ് കേട്ടോ. സതീഷ് വാസ് ഗോയിങ് വിത്തിൻ ദം. സതീഷ് അവരുടെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. ബട്ട് നീലകണ്ഠ റിമൈൻഡ് അൺആസ്ക്ഡ് അല്ലെ. പക്ഷെ നീലകണ്ഠയോട് ആരും ഒന്നും പറഞ്ഞില്ല, ഒന്നും ചോദിച്ചില്ല. ലേറ്റർ കിരൺസ് പ്രപ്പോസൽ ഓഫ് ടേക്കിംഗ് ഹിം വിത്ത് ദം വാസ് സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ബൈ ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. പിന്നെ അവനെ കൊണ്ടുപോവാന്നുള്ള കിരൺ പറഞ്ഞപ്പോൾ വീട്ടിലുള്ള എല്ലാ ആളുകളും, ഫാമിലി മുഴുവൻ ആൾക്കാരും എന്തായി? സ്ട്രോങ് ആയിട്ട് അതിനെ എതിർത്തു. ഫൈനലി അവസാനം കിരൺ സോഫ്റ്റ്ലി അഡ്വൈസ്ഡ് ഹിം ടു ഗോ ബാക്ക് ടു ഹിസ് ഓൺ ഹോം. അവസാനം എല്ലാവരും എതിർത്തപ്പോൾ കിരൺ അവനോട് അവസാനം സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു, നീ നിന്റെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നതാണ് നീലകണ്ഠ നല്ലത് എന്ന് കിരൺ വളരെ സോഫ്റ്റ് ആയിട്ട് അവനോട് പറയേണ്ടി വന്നു. ദിസ് അൺഎക്സ്പെക്റ്റഡ് കൈൻഡ്നെസ് മേഡ് ഹിം ബേസ്റ്റ് ഇൻ ടു ടീയേഴ്സ് അല്ലെ. അവന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ ഒരു ദയാവാക്കുകൾ അല്ലെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ വാക്ക്, അവന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കിരൺ അവനോട് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറയും. ഇത് അവന് പൊട്ടുകയാണ് ചെയ്തത്. അവന്റെ കണ്ണുനീര് ഒന്നായിട്ട് പൊട്ടി, അവന് താങ്ങാവുന്നതിലും അപ്പുറമായി. ആൻഡ് കിരൺ കുഡിന്റ് സ്റ്റോപ്പ് ജോയിനിങ്. കൂടെ തന്നെ ആരും കരഞ്ഞു? കിരണും കരഞ്ഞു. കിരണും ഇത് സഹിച്ചില്ല. ബട്ട് സതീഷ് വാസ് ടെറിബ്ലി അനോയ്ഡ് അറ്റ് ദ സൈറ്റ് ഓഫ് ദിസ്. ഇത് കണ്ടപ്പോൾ സതീഷിന് എന്ത് ചെയ്തു? ഇത് ഇങ്ങോട്ട് ദേഷ്യം വന്നു, അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു? ദാറ്റ് ബ്രാറ്റ് ഹാസ് ക്ലെവർലി ഡിസ്കവേർഡ് എ വേ ഓഫ് സോഫ്റ്റൻ യുവർ ഹേർട്ട് വിത്ത് എ ടീയർ ഓർ ടു അല്ലേ. ആ ഒരു ചെറുക്കല്ലേ, ആ തെമ്മാടിയായിട്ടുള്ള ചെറുക്കൻ എന്നാണ് ഈ ബ്രാറ്റോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ വളവ് പിടിച്ചിട്ടുള്ള ആ പയ്യൻ എന്ത് ചെയ്യാണ്? വളരെ ബുദ്ധിപരമായിട്ട് നിന്റെ മനസ്സ് അലിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ കണ്ണുനീര് കൊണ്ട് നിന്റെ മനസ്സ് അലിയിപ്പിക്കാൻ വേണ്ടി നോക്കുകയാണ്. കാരണം യു ആർ ടു ഗുഡ് ആൻഡ് ട്രസ്റ്റബിൾ. കാരണം നീ വളരെ നല്ലവളും വിശ്വസിക്കാൻ പറ്റുന്ന ആളായതുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ കണ്ണുനീര് കാണിച്ച് നിന്നെ പറ്റിക്കാൻ വേണ്ടി, നിന്നെ മനസ്സ് അലിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പയ്യൻ നോക്കുന്നതെന്ന് സതീഷ് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നീലകണ്ഠ ലെഫ്റ്റ് ദ സ്പോട്ട് വിത്ത് ദ ബ്ലീഡിങ് ഹേർട്ട്. തകർന്ന ഹൃദയവുമായിട്ട് നീലകണ്ഠ അവിടെ നിന്ന് പോവാണ്. സീരിയസ്ലി തിങ്കിങ് അബൌട്ട് ഹൗ ടു ബേൺ സതീഷ് ഇൻ ടു ആഷസ് അല്ലെ. എങ്ങനെ സതീഷിനെ കത്തിച്ച് എങ്ങനെ സതീഷിനെ ചാമ്പലാക്കാം എന്ന് ആലോചിച്ചുകൊണ്ട് അവൻ അവിടെ നിന്നും കടന്നു പോവുകയാണ്. സതീഷ് ഹാഡ് ബ്രോട്ട് എ ഗ്രാൻഡ് ഇങ്ക് സ്റ്റാൻഡ് വിത്ത് ഹിം അല്ലെ. സതീഷിന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ഒരു ഇങ്ക് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അവിടേക്ക് വരുമ്പോൾ ഹിസ് ഗ്രേറ്റ് ഫേവറേറ്റ് ഫ്രം കൽക്കട്ടയിൽ നിന്ന് കൊണ്ടുവന്ന അവന്റെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് സാധനമായിരുന്നു. The ink pot was set on the pearl boat drawn by silver goose supporting a penhold അല്ലെ. ആ ഇങ്ക് പോട്ട് എന്തുകൊണ്ടാണ്? പേൾ ബോട്ട് അല്ലെ, മുത്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു
ബോട്ട്, ഒരു തോണി കൊണ്ടാണ്, ഡ്രോൺ ബൈ ദ സിൽവർ ഗൂസ്. അതിൽ നിന്നുണ്ട് ഒരു വെള്ളിയുടെ ഒരു വാത്തയും ഉണ്ട് അല്ലേ അതിന്. ആൻഡ് സപ്പോർട്ടിങ് എ പെൻ ഹോൾഡർ, അതിന് ഒരു പെൻ ഹോൾഡർ ഉണ്ട്. ആൻഡ് എവറി ഡേ ഹി ക്ലീൻഡ് ഇറ്റ് വിത്ത് ആഡർ കെയർ, വളരെയധികം ഒന്നും അത് എന്ത് ചെയ്യും, വൃത്തിയായിട്ട് കൊണ്ട് നടക്കും. ദ ഡേ ബിഫോർ ദേ വെർ എബൌട്ട് ടു ഡിപ്പാർട്ട് അല്ലേ. അങ്ങനെ അവർ പോകേണ്ട ആ ദിവസത്തിന് മുമ്പായിട്ട്, ഒരു ദിവസം മുമ്പ്, ദ ഇങ്ക് സ്റ്റാൻഡ് വാസ് മിസ്സിങ്. ദ ഇങ്ക് സ്റ്റാൻഡ് എന്ത് ചെയ്തു മക്കളെ, മിസ്സായി പോയി, കാണാതായി. സതീഷ് വാസ് ഫ്യൂരിയസ്, സതീഷ് ഇങ്ങോട്ട് ദേഷ്യം കൊണ്ട് കോപം അവന് സഹിക്കാനൊന്നും അപ്പുറമായി. ആൻഡ് പൗസ്ഡ്, അപ്പോൾ അവൻ ചാടി വീണു. ദ ബോയ് ഷൗട്ടിങ്, അവൻ ആർക്കെതിരെ ചാടി വീണു, നീലകണ്ഠന്റെ മുകളിലോട്ട് അവൻ ചാടിക്കേറി. എന്ത് പറഞ്ഞു, ചാടിക്കേറി ആക്രമിക്കല്ല കേട്ടോ, ചാടി വീയല്ല, നമ്മൾ വാക്കുകൾ കൊണ്ട് ചാടി വീയ കേട്ടോ. ആൻഡ് യു ഹാവ് സ്റ്റോളൻ മൈ ഇങ്ക് സ്റ്റാൻഡ് യു തീഫ്, നീയാണ് എൻ്റെ ഇങ്ക് സ്റ്റാൻഡ് കട്ടെടുത്ത്, നീ കള്ളനാണ് എന്ന് പറഞ്ഞു. നീലകണ്ഠ വോംബിൾഡ് ടുവേർഡ്സ് എ വാൾ വിത്ത് സോൾ ഇൻ ഹേർഡ് ആൻഡ് ഹേർഡ് അല്ലേ. നീലകണ്ഠക്ക് ഹൃദയം പൊട്ടിപ്പോയി, അവൻ തകർന്ന ഹൃദയവും മനസ്സുമായിട്ട് സങ്കടം സഹിക്കാൻ വയ്യാതെ എന്ത് ചെയ്താണ്, ചുമരുമ്പിലോട്ട് ഇങ്ങനെ ചാരുകയാണ് കേട്ടോ. Then Kiran was greatly distressed at the scene. കിരൺ ഇതെന്ത് ചെയ്തു, അതൊക്കെ പാടെ കണ്ടപ്പോൾ തന്നെ കിരണ് താങ്ങാൻ കഴിഞ്ഞില്ല. നീലകണ്ഠന് അത്രയും ഇഷ്ടമാണല്ലോ കിരണ്. ആൻഡ് took him to another room and suggested, ഇത് കണ്ട കിരൺ എന്ത് ചെയ്തു, നീലകണ്ഠയെ അവിടുന്ന് കൊണ്ടുപോയിട്ട് മറ്റൊരു റൂമിലോട്ട് കൊണ്ടുപോകാൻ. എന്നിട്ട് ആ റൂമിൽ വെച്ചിട്ട് പതുക്കെ നീലകണ്ഠയോട് പറയാണ്, നീലു, ഇഫ് യു ഹാവ് ടേക്കൻ ഇറ്റ് ഐ ഷാൾ കീപ് ഇറ്റ് തിയർ ആൻഡ് ബ്ലോക്ക് എനി വൺ മേക്ക് ഫാദർ ഫസ്റ്റ് അല്ലേ. നീലു, അത്രയും സ്നേഹം കേട്ടോ കിരണ്. നീലു, നീ അത് എടുത്തിട്ടുണ്ടെങ്കിൽ നീ പറ, ഞാനത് കൊണ്ടുപോയി അവിടെ വെക്കാം, പിന്നീട് ഇവിടെ ഒരു പ്രശ്നവും നിനക്കെതിരെ വരികയില്ല, ബാക്കി തർക്കങ്ങളൊന്നും ഉണ്ടാവില്ല, ഞാനത് ബ്ലോക്ക് ചെയ്തോളാം, ഞാനത് നോക്കിക്കോളാം, നീ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനതവിടെ കൊണ്ടുപോയി വെക്കാം, പിന്നെ ആരും നിനക്കെതിരെ ഒന്നും പറയില്ല, എല്ലാം നിനക്കെതിരെയുള്ള വരുന്ന എല്ലാ അക്രമങ്ങളും ഞാൻ എന്ത് ചെയ്യാം, ഞാനത് തടഞ്ഞോളാം എന്ന് പറയുകയാണ്. To this നീലകണ്ഠ റൂം വീപ്പിംഗ് ബിറ്റർലി, ഇത് കേട്ടോടുകൂടി നീലകണ്ഠ എന്ത് ചെയ്യാണ്, വീണ്ടും വളരെ ദാരുണമായിട്ട്, വളരെ അങ്ങേയറ്റം എന്ത് ചെയ്യാണ്, വീണ്ടും കരയുകയാണ്. A fierce battle of words followed between കിരൺ. ഇത് കണ്ടോടുകൂടിയ പിന്നെ നീലകണ്ഠ അങ്ങനെ കരയുമ്പോൾ എടുത്തൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പൊ ഇത് കണ്ണോടുകൂടി കിരൺ പിന്നെ എന്താണ്, നീലകണ്ഠനെ വിശ്വാസമാണ്. സ്വാഭാവികമായിട്ടും കിരൺ പിന്നെ അവർക്കെതിരെ പൊരുതാണ്, നീലകണ്ഠനെ സപ്പോർട്ട് ചെയ്തിട്ട് മറ്റുള്ളവരോട് തർക്കിക്കുകയാണ്. A fierce battle of the words followed between കിരൺ and on one side and the ശരത് and the സതീഷ് on the other side അല്ലേ. ഇനി അവിടെ എന്ത് ചെയ്യാണ്, അവർ തമ്മിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെടുക. ഒരു സൈഡിൽ സതീഷും ശരത്തും ഉണ്ട്, മറ്റൊരു സൈഡിൽ കിരണും, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കിക്കുകയാണ്. സതീഷ് വാണ്ടഡ് ടു സെർച്ച് ഹിസ് റൂം, സതീഷിന് അവൻ്റെ റൂം എന്തായാലും അവൻ്റെ റൂം നോക്കണം എന്ന് പറയാണ്. ആൻഡ് ഷീ റെസ്പോണ്ടഡ് വയലൻ്റ്ലി വിത്ത് ടീയേഴ്സ് അല്ലേ. ഇത് കേട്ടോടുകൂടി അവനൊരു കള്ളനായിട്ട് അവൻ്റെ റൂം ചെക്ക് ചെയ്യാൻ പോകുന്നതോടുകൂടി കിരൺ അത് സഹിക്കാൻ കഴിയില്ല, അവൾ വയലൻ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാണ്, വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് പറയാണ്, യു ഡെയർ, നിനക്കതിനുള്ള ധൈര്യം ഉണ്ടോ, അത് ചെയ്യണോ എന്ന് ചോദിക്കുകയാണ്. അത് നമ്മൾ ഇമോഷണലായിട്ട് ഇതിൻ്റെ ഒരു പിക്ചർ കാണണം. ഓക്കെ, ഓൾറെഡി കിരൺ ഭയങ്കര സങ്കടത്തിൽ കരയാണ്. അപ്പോൾ നീലകണ്ഠ കരയുമ്പോൾ കിരൺ എല്ലാവരും കരയാണ്. അപ്പോൾ ആ റൂം ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്യണോ, അതും കൂടെ നിങ്ങൾക്ക് ചെയ്യണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അത്ര ഇമോഷണൽ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ദാറ്റ് അറ്റ് വൺസ് സെറ്റിൽഡ് ദ മാറ്റർ, അതോട് കൂടിയിട്ട് അവരെന്ത് ചെയ്യാണ്, ആ ഒരു വിഷയം അവിടെ അവസാനിക്കുകയാണ് അല്ലേ. അത്രയും ഇമോഷണൽ ആയിട്ടുള്ള ചോദ്യം, നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ട്, അവൻ്റെ റൂം ചെക്ക് ചെയ്ത് അവൻ്റെ ഒരു കള്ളനാക്കണോ, ആ ഒരു മീനിങ്ങിലാണ് ആ ചോദ്യം. അത്ര ധൈര്യം നിങ്ങൾക്ക് ഉണ്ടോ? അപ്പോൾ അവൾ അത്രയും വയലൻ്റ് ആകുമ്പോൾ സ്വാഭാവികം അസുഖമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതോടുകൂടി എന്താവാണ്, കിര അത്രയും ഇമോഷണൽ ആകുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യാണ്, അതോടുകൂടി ആ മാറ്റർ അവിടെ ഒന്ന് ഒതുങ്ങുകയാണ്. കിരൺസ് ഹാർട്ട് ഓവർഫ്ലോഡ് വിത്ത് പിറ്റി ഓൺ ദ ഹോംലെസ് ലാൻഡ് അല്ലേ. ആരുമില്ലാത്ത അനാഥനായിട്ടുള്ള ആ കുട്ടിയോട് കിരണിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ദയ കവിഞ്ഞൊഴുകുകയാണ്. ഷീ ഗോട്ട് 2 new suits for clothes, a pair of shoe and a bank note. ഒരു ബാങ്ക് നോട്ടും ഷൂവിൻ്റെ ഒരു പെയറും കുറച്ച് ഡ്രസ്സുകളും കിരൺ അവന് വേണ്ടിയിട്ട് വാങ്ങാണ്. ആൻഡ് വാണ്ടഡ് ടു പ്ലേസ് ദം ഇൻ ടു ഹിസ് ബോക്സ് ആസ് എ സർപ്രൈസ് ഗിഫ്റ്റ്. എന്നിട്ട് അവൻ്റെ ബോക്സിൽ വെച്ച് കൊടുക്കാൻ പോകണം, അവനൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട്. ഓക്കെ, when she unlocked the box, അവൾ ആ ബോക്സ് പോയി തുറന്നപ്പോൾ the lid suddenly sprang out with all those petty things jumping അല്ലേ. പെട്ടെന്ന് തന്നെ അത് പുറത്തോട്ട് ഇങ്ങോട്ട്
നമ്മൾ ഈ ബോക്സിലൊക്കെ നിറച്ച് വെച്ചിരുന്ന പെട്ടെന്ന് തുറക്കുമ്പോൾ ഒരു തള്ളിയിട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് വരുമല്ലോ, അങ്ങനെ. കാരണം എന്താണ്, അതിൽ സ്പ്രാങ് ഓഫ് വിത്ത് ഓൾ ദോസ് പ്രെറ്റി തിങ്സ് ജംബ്ലിങ് അല്ലേ, അതിൽ ഒരുപാട് ചെറിയ ചെറിയ വസ്തുക്കൾ കൂടി കുഴഞ്ഞിങ്ങനെ പുറത്തോട്ട് ചാടി. ദി ഗിഫ്റ്റ് വുഡ് നോട്ട് ഗോ ഇൻസൈഡ് അല്ലേ, അതിൻ്റെ ഉള്ളിൽ ഗിഫ്റ്റ് വെക്കാനുള്ള സ്ഥലമില്ലായിരുന്നു. ഷീ സ്റ്റാർട്ടഡ് പുള്ളിങ് ഔട്ട് എവറിത്തിങ് ടു പ്ലേസ് ദം ഇൻ ഓർഡർ. അവളൊക്കെ സാധനങ്ങളൊക്കെ പുറത്തോട്ട് എടുക്കാണ് കറക്റ്റ് ആക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ദർ അറ്റ് ദ ബോട്ടം കെയിം ദ ലെയർ ഓഫ് ദ ലിനൻ. ഏറ്റവും താഴെ ഒരു ലിനൻ്റെ തുണി ഉണ്ടായിരുന്നു, ഒരു കോട്ടൻ്റെ ലിനൻ തുണി ഉണ്ടായിരുന്നു. ആൻഡ് അണ്ടർ ഇറ്റ് എമേർജ് ദ മിസ്സിങ് ഇങ്ക് സ്റ്റാൻഡ്. അതിൻ്റെ ഇടയിലായിട്ട്, അതിൻ്റെ ഉള്ളിലായിട്ട് എന്തുണ്ടായിരുന്നു, ആ ഇങ്ക് സ്റ്റാൻഡ്, മിസ്സായി പോയ ഇങ്ക് സ്റ്റാൻഡ് അവൾ കണ്ടു. ഗൂസ് ആൻഡ് ഓൾ, ഇങ്ക് സ്റ്റാൻഡും അതിൻ്റെ അവാത്തെ ആ ഭാഗവും അതേപോലെ തന്നെ എല്ലാം അതിൻ്റെ കൂടെയുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. കിരൺ സ്റ്റൂഡ് ഹോപ്പ്ലെസ്ലി വിത്ത് ദ ഇങ്ക് സ്റ്റാൻഡ് പസിൽ അല്ലേ, എല്ലാ കാര്യങ്ങളും മിസ്സായത് എല്ലാം കണ്ടെത്തി കിരൺ എന്തായി, വളരെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് സംസാരിക്കാതെ ഇങ്ങനെ എന്തായി സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആകെ ആശയക്കുഴപ്പത്തിലായി നിൽക്കുകയാണ്. ബിഹൈൻഡ് കിരൺ സ്റ്റുഡ് നീലകണ്ഠ ഷോക്ക്ഡ് ആസ് ഇഫ് ഹി വാസ് ഹിറ്റ് ബൈ എ ഹെവി ഹാമർ ഓൺ ഹിസ് ഹെഡ് അല്ലേ. നീലകണ്ഠ കണ്ടോ, അത് കിരൺ കണ്ടപ്പോൾ ഇതാണ് ആ ബോട്ടിൽ കണ്ടോ, അതാ കണ്ടോ, അത് ശരിക്കും നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ ഒരു അരയണത്തിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടുള്ള ഒരു ഇങ്ക് സ്റ്റാൻഡ് കേട്ടോ. അത് എടുത്തു നോക്കുന്നത് ആര് കാണുകയാണ്, കിരണ് ബാക്കിൽ നിന്നിട്ട്, കിരണിൻ്റെ ബാക്കിൽ നിന്നിട്ട് നീലകണ്ഠ അത് കാണുകയാണ്. അവനൊരു ചുറ്റിക കൊണ്ട് തലക്കടി കിട്ടിയ പോലെയാണ് അപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഹിസ് ലാസ്റ്റ് ഹോപ്പ് ഓഫ് പ്രൂവിങ് ഹിം നോട്ട് എ തീഫ് ഹിറ്റ് ദ ഡസ്റ്റ് അല്ലേ, അവനൊരു കള്ളനല്ല എന്ന് തെളിയിക്കാനുള്ള അവൻ്റെ ലാസ്റ്റ് ശ്രമവും അത് അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോവുകയാണ്, അതൊരു പൊടിയിൽ പോവുകയാണ് എന്നാണ് ഉദ്ദേശിച്ചത്. And actually he took the ink stand as a revenge to throw it into the river. ശരിക്കും അവനത് എടുത്തത് ഭയങ്കരമായിട്ട് അത് കൊണ്ടുവന്ന് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നല്ല, അവന് സതീശനോടുള്ള ദേഷ്യത്തിൽ ഒരു പ്രതികാരത്തിന് വേണ്ടിയിട്ട് പുഴയിൽ എറിയാൻ വേണ്ടിയിട്ടാണ് അവനത് എടുത്തിരുന്നത്. Now there is no way of convincing his mistress. ഇപ്പോൾ ഇനി ഒരു മാർഗമല്ല എൻ്റെ യജമാനത്തിയെ കൺവിൻസ് ചെയ്യാൻ, ഇനി എൻ്റെ മുമ്പിൽ ഒരു മാർഗമില്ല. എല്ലാം എന്തായി, വിഫലമായി, എല്ലാ പ്രതീക്ഷകളും വിഫലമായിരിക്കുകയാണ്. He somehow managed to leave the room without Kiran noticing. അവൻ വളരെ കഷ്ടപ്പെട്ട് കിരൺ കാണാതെ അവിടെ നിന്നും എന്ത് ചെയ്ത്, വളരെ കഷ്ടപ്പെട്ട് മാനേജ് ചെയ്തിട്ട് കിരൺ കാണാതെ അവിടെ നിന്നും അവൻ ഇറങ്ങിപ്പോയി. കിരൺ വിത്ത് ഡീപ് സൈൻ, കിരൺ എന്ത് ചെയ്യാണ്, ഒരു ദീർഘ നിശ്വാസം എടുക്കുകയാണ്. പ്ലേസ്ഡ് ദം ബാക്ക് ഇൻ ദ ബോക്സ് വെൽ അല്ലേ, അവർ ആ ബോക്സ് എന്ത് ചെയ്യാണ്, എല്ലാം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വീണ്ടും ക്ലോസ് ചെയ്യാണ്. ദ ഗിഫ്റ്റ് ഓൺ ദ ടോപ്പ് ഓഫ് ഓൾ ആൻഡ് ക്ലോസ് ദ ബോക്സ് അല്ലേ, അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട്, ആ ബോക്സിൻ്റെ ഏറ്റവും മുകളിലായിട്ട് അവൾ കൊടുത്ത സമ്മാനം വെച്ചിട്ട് ആ ബോക്സ് എവിടെ നിന്നാണോ കിട്ടിയത് അവിടേക്ക് വെക്കുകയാണ്. The next day the boy was nowhere to be found അല്ലെ, അടുത്ത ദിവസം nowhere, എവിടെയും തന്നെ ആ നീലകണ്ഠയെ കാണാൻ സാധിച്ചില്ല. ഈവൻ ദോ പോലീസ് couldn't find him, പോലീസിന് പോലും അവനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ശരത് urged for searching in his box to know more about him. ശരത്തിന് ആ ബോക്സിൽ നോക്കിയിട്ട് അവനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. ബട്ട് കിരൺസ് refusal forced him to withdraw. പക്ഷെ കിരൺ എന്ത് പറഞ്ഞു, കിരൺ അതൊന്നും ചെയ്യണ്ട എന്നുള്ള കിരണിന്റെ പറച്ചിൽ അവന് കിരൺ പറഞ്ഞു ഒന്നും ചെയ്യണ്ട. കിരൺ മനസ്സുകൊണ്ടാണ് തകർന്നത് അല്ലേ. അപ്പോൾ കിരൺ പറഞ്ഞു വേണ്ട, അവനെ കുറിച്ച് അതിലൊന്ന് അന്വേഷിച്ചിട്ട് ആരും പോവണ്ട. She looked the missing things and threw them into the river. അല്ലെ, അവളെല്ലാ നഷ്ടപ്പെട്ട എല്ലാ മിസ്സിങ് സാധനങ്ങളും എല്ലാം അവൾ എന്ത് ചെയ്യാണ്, ആ പുഴയിലോട്ട് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. ദോ ദ ഫാമിലി റിട്ടേൺ ടു ദെയർ ഓൺ ഹോം അല്ലേ, അവർ ആ ഫാമിലി എന്ത് ചെയ്യാണ്, വീട്ടിലോട്ട് മടങ്ങി പോവുകയാണ്. നീലകണ്ഠ സ്റ്റാർവിംഗ് മോങ്കർ ട്രാവൽഡ് along the river bank with the heart broken vines അല്ലേ. അവസാനം അവിടെ ആര് മാത്രമാണ് അവശേഷിച്ചത് മക്കളെ, നീലകണ്ഠയുടെ പട്ടിണിയായിട്ടുള്ള ആ ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ മാത്രം എന്ത് ചെയ്യാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ആ പുഴയുടെ തീരത്തിലൂടെ. ഹൃദയം പൊട്ടിക്കൊണ്ട് മനസ്സും തകർന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മോങ്ങിക്കൊണ്ട് നീലകണ്ഠയെ അന്വേഷിക്കുന്നുണ്ടാവും. നീലകണ്ഠ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വിശക്കുന്നുണ്ടാവും. അപ്പോൾ വിശന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മോങ്ങിക്കൊണ്ട് നീലകണ്ഠൻ്റെ ആ ഒരു നായയെ മാത്രം അവിടെ അവശേഷിക്കുകയാണ്. ബാക്കി എല്ലാവരും പോവുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള കഥ അല്ലേ. ഇതിലിപ്പോൾ കിരണനെ സപ്പോർട്ട് ചെയ്യണോ നീലകണ്ഠനെ സപ്പോർട്ട് ചെയ്യണോ, ആരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല അല്ലേ മക്കളെ. വളരെ മനോഹരമായിട്ടുള്ള കഥ, എന്തൊക്കെയോ ഒരു എൻഡ്ലെസ് ആയിട്ടല്ലേ. നീലകണ്ഠന് എന്ത് സംഭവിച്ചു, കിരണൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കൺഫ്യൂഷൻസും അതുപോലെ മനസ്സിലിങ്ങനെ പല രീതിയിലുള്ള തോട്ടുകളൊക്കെ വരുന്നുണ്ടാവും അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഇതിൻ്റെ
ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.